ഡോഗ് ഉള്ളവർക്ക് കണക്റ്റ് ആകുന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ അകലെയാട്ടോ ഉള്ളത്. അപ്പോൾ എന്നും സംഭവിക്കുന്നൊരു കാര്യമാണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഈ കാറ് ഇതൊരു പഞ്ചായത്ത് റോഡാണ്. ഇതിൽ എപ്പോഴും വണ്ടികൾ പോകുന്നതാണ്. ഒരുപാട് നമ്മുടെ പോലത്തെ വണ്ടി, ഇത് ടിയാഗോ വണ്ടിയാണ്. ഇതുപോലത്തെ ടിയാഗോ പോകുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. കാറിനൊന്നും വലിയ പ്രത്യേക സൗണ്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു 300 മീറ്റർ മുന്നേ തന്നെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കാറിൻ്റെ സൗണ്ട് കേട്ട് വരുന്ന ഒരാളെ കാണിച്ചു തരാവേ. അപ്പോൾ കണ്ടോണേ. ഇത് കണ്ടോ, ഇവിടുന്ന് ഏകദേശം വീട്ടിലേക്ക് ഒരു 100 മീറ്റർ മേലെ ഉണ്ട്. ഇന്നെന്തോ സാധാരണ ഇങ്ങനെയല്ല. ഇപ്പം ഞാൻ താഴെ ഒരു കയറ്റം കയറിയല്ലോ, ആ കയറ്റത്താണ് ശരിക്കും ആൾ വരേണ്ടത്. ഇതിപ്പോൾ ഇത് ഇച്ചിരി ലേറ്റായി എനിക്ക് തോന്നുന്നു. ഇന്ന് അവിടെ എന്തോ എനിക്ക് തോന്നുന്ന അമ്മ അടുക്കളയിൽ എന്തോ ഞാൻ ഇച്ചിരി മീനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വെട്ടാനൊക്കെ ആശാനോട് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ അമ്മ മീൻ വെട്ടുമ്പോൾ അവിടെ പോയി ഇരിക്കലുണ്ട്. അങ്ങനെ എന്തോ ഒരു പരിപാടിയിലായിരുന്നു, അതാണ് ലേറ്റായത്. ഇതെപ്പോഴുള്ള സംഭവമാണ് ഈ കാറിൻ്റെ. അതായത് നമ്മുടെ കാറ്, ബൈക്ക്, ജീപ്പ്, ഈ 3 നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് ഓടി വരും. എങ്ങനെയാണ് എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. ആ സൗണ്ട് കേട്ടിട്ട് ആശാൻ വരും. അത് എപ്പോഴുള്ള സംഭവമാണ്. ഇതിലെ പക്ഷേ ഈ വഴി കൂടെ ഇതൊരു പഞ്ചായത്ത് റോഡാണ്. ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ എപ്പോഴും പല വണ്ടികളും പോകുന്നത്. ജീപ്പ്, നമ്മുടെ പോലെ തന്നെ ജീപ്പ് പോകാറുണ്ട്. കാറ് ഇതുപോലെ ടിയാഗോ വണ്ടി പോകാറുണ്ട്. കാർ ഒരുപാട് പോകാറ്, ഒന്നും അവൻ വരില്ല. പക്ഷേ ഞാൻ ഈ ഒരു ടൈമിലല്ല ഞാൻ എന്നും വരുന്നത്. ഞാൻ വരുന്ന ടൈം ഏകദേശം ഒരു 8 മണിക്കും ഒരു 7:15 മുതൽ 9 മണിക്കിടയ്ക്ക് ഏത് സമയത്തും ഞാൻ വരാം ഇതിലെ. പക്ഷേ ആ സമയത്തൊന്നും വേറെ വണ്ടികൾ വരുമ്പോൾ ഒന്നും ഓടില്ല. നമ്മുടെ വണ്ടി ഒരു 250 മീറ്റർ 300 മീറ്റർ മുമ്പ് ഇവന് ഈ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഇത് എപ്പോഴും ഉള്ള സംഭവമാണ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഡോഗ് വളർത്തുമ്പോൾ ആശാൻ ഇങ്ങനെ ഓടി വരുന്നുണ്ടെന്ന് പറയണം കേട്ടോ. അതുപോലത്തെ ഡോഗുകൾ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് നമ്മൾ ഓടി വരുന്നുണ്ട്, നിങ്ങളൊന്ന് പറയണേ. ഇനി ഇങ്ങനെയാണ് 100 മീറ്റർ വരെ വീടെത്തുന്ന വരെ ആശാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.